നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിലമ്പൂരിൽ പ്രചരണം കൊഴുക്കുകയാണ്. അതിനേക്കാൾ ആവേശത്തിൽ നേതാക്കൾ തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തി കൊഴുപ്പിക്കുകയാണ്. ഇന്ന് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമാണ്. അതിനാൽ തന്നെ അൻവർ വക സർപ്രൈസ് ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇനി പിൻവാങ്ങണമെങ്കിൽ താൻ മരിച്ചു വീഴണം അല്ലെങ്കിൽ കൊല്ലണം എന്നൊക്കെയാണ് അൻവർ പറയുന്നത്. അതിനാൽ ഒരു പിൻവാങ്ങലിന് സാധ്യത കുറവാണ് താനും. എന്തായാലും നമുക്ക് വിശദമായി ഇന്നത്തെ വാർത്തകൾ നോക്കാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. നിലമ്പൂരിൽ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്ന്. PV അൻവർ പത്രിക പിൻവലിക്കുമോ എന്നതിൽ ആകാംക്ഷ. BJP കൺവെൻഷനായി ഇന്ന് തുടക്കം. സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. IPL വിജയാഘോഷത്തിനിടെ ബംഗളൂരുവിലുണ്ടായ ദുരന്തത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ച് കർണാടക സർക്കാർ. IPL ഭരണസമിതിയോട് റിപ്പോർട്ട് തേടി BCCI. ആഘോഷത്തിനിടെ തിക്കിലും തിരക്കിലും മരിച്ചത് 11 പേർ. രാജ്യങ്ങളിലെ പൗരന്മാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയ അമേരിക്ക. സമ്പൂർണ്ണ വിലക്ക് അഫ്ഗാൻ, മ്യാൻമർ, ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക്. ക്യൂബ അടക്കം 7 രാജ്യങ്ങളിലുള്ളവർക്ക് നിയന്ത്രണങ്ങളോടെ പ്രവേശനം. അമേരിക്കയെ സുരക്ഷിതമാക്കാനുള്ള തീരുമാനമെന്ന് ട്രംപ്. തൃശൂർ അരിമ്പൂരിലെ എറവ് കൈപ്പള്ളി റോഡ് നിർമ്മാണം 2 വർഷം പിന്നിട്ടിട്ടും പാതി വഴിയിൽ. റോഡ് പണി മുടങ്ങിയത് വാട്ടർ അതോറിറ്റിക്ക് നൽകേണ്ട തുക കരാറുകാരൻ നൽകാത്തതിനാൽ. പ്രതിഷേധവുമായി നാട്ടുകാർ. ഹജ്ജിൽ ശ്രേഷ്ഠമായ അറഫ ദിനം ഇന്ന്. 18 ലക്ഷം ഹാജിമാർ എന്ന അറഫയിൽ സംഗമിക്കും. നമീറ പള്ളിയിലെ പ്രഭാഷണം ഇത്തവണ മലയാളത്തിലും വിവർത്തനം ചെയ്യും. UEFA നേഷൻസ് ലീഗിൽ ജർമ്മനിയെ തകർത്ത് പോർച്ചുഗൽ ഫൈനലിൽ. ജയം 1-നെതിരെ 2 ഗോളുകൾക്ക്. നിലമ്പൂരിൽ പ്രചരണച്ചൂട് തന്നെയാണ്. പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇടത് വലത് സ്ഥാനാർത്ഥികൾ. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് നടക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുക. PV അൻവറിനെതിരെ നിലപാട് കടുപ്പിച്ച് മുന്നോട്ട് പോകുകയാണ് CPM-ഉം കോൺഗ്രസും. കൂടുതൽ വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ പറഞ്ഞതുപോലെ ആവേശം അതങ്ങ് ഉച്ചസ്ഥായിലായിരിക്കുകയാണ്. ശക്തമായ മത്സരം, അതുകൊണ്ട് തന്നെ പ്രചരണമൊക്കെ വലിയ തോതിൽ ശക്തമാണ് നിലമ്പൂരിൽ. ഈ പറഞ്ഞതുപോലെ ഇന്ന് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമാണ്. നമുക്കറിയാം, വലിയ സസ്പെൻസിന്റെ ആളാണ് അൻവർ. അതുകൊണ്ട് തന്നെ ഈ പത്രിക പിൻവലിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നൊക്കെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും സംഭവിക്കില്ല എന്നാണ് അൻവർ തുടക്കം തൊട്ടേ പറയുന്നത്. മൊത്തത്തിൽ നിലമ്പൂരിലെ ഇന്നത്തെ പ്രധാന പരിപാടികൾ, കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ശ്രീജ, വളരെ വലിയ ചർച്ചയില്ലാതെ പോകേണ്ടിയിരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് നിലമ്പൂരിനെ പറയാം. പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ മാറി മറിഞ്ഞിരിക്കുന്നു. കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് നിലമ്പൂരിൻ്റെ രാഷ്ട്രീയം മാറിയിരിക്കുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയം തന്നെ നിലമ്പൂരിനെ കേന്ദ്രീകരിച്ച് മാറുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. അവിടെ ആര് ജയിച്ചാലും നിലവിലെ സർക്കാരിനെ സംബന്ധിച്ച് ഒന്നും സംഭവിക്കാനില്ല എന്നുള്ളതാണ്. അതായത് സർക്കാരിന് സീറ്റുകൾ നിർണായകമല്ല, പക്ഷേ സർക്കാരിൻ്റെ വിലയിരുത്തലാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നോട്ടുള്ള ഒരു ട്രയൽ എന്ന് തന്നെ നമുക്ക് പറയാം. സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ അത് തന്നെയാണ്. മറ്റൊന്ന് UDF-നെ സംബന്ധിച്ചാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിൽ പുതിയ നേതൃത്വം വന്നിരിക്കുന്നു, UDF-ൽ മാറ്റം വന്നിരിക്കുന്നു. സ്വാഭാവികമായും കൂടുതൽ ഘടകകക്ഷികളെ മുന്നണിയുടെ ഭാഗമാക്കി കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പും ഒപ്പം തന്നെ മറ്റു മുന്നോട്ട് പോക്കും എല്ലാം തന്നെ വേണ്ട ഒരു സമയമാണ് UDF-നെ സംബന്ധിച്ച്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ UDF-ന് അതിന് കൂടുതൽ കരുത്ത് പകരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. മറ്റൊരു അവസ്ഥയിൽ NDA സംബന്ധിച്ച അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ ഈ സംസ്ഥാനത്ത് സാന്നിധ്യമാണെന്ന് അറിയിക്കാൻ അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാണ്. അങ്ങനെ 3 മുന്നണികളും വളരെ വാശിയേറിയ തന്നെയാണ് പോരാട്ടം മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് PV അൻവർ എന്ന ഫാക്ടർ പ്രധാനമായി നിലനിൽക്കുകയും ചെയ്യുന്നത്. PV അൻവർ സംബന്ധിച്ച് നേരത്തെ ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ PV അൻവർ എന്തായാലും പത്രിക പിൻവലിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ഏത് ഘട്ടത്തിലും മാറാൻ കഴിയുന്ന നേതാവ്, നിലപാട് മാറ്റുന്ന നേതാവ് തന്നെയാണ് PV അൻവർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ PV അൻവർ ഇനി പത്രിക പിൻവലിച്ചാൽ ഒരുപക്ഷെ ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾ
ആളുകൾ പിൻവാങ്ങുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, സ്ഥാനാർത്ഥി തൃണമൂലിൻ്റെ അല്ല, സ്വതന്ത്രനാണ് എങ്കിൽ പോലും PV അൻവറിന് പൂർണ്ണ പിന്തുണ നൽകുന്നത് തൃണമൂൽ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ മറ്റ് പല മേഖലകളിലേക്കും കടന്നു കയറാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി തന്നെയാണ് തൃണമൂൽ ഇത്തരമൊരു നീക്കം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരമൊരു പിന്നോട്ട് പോക്കുണ്ടായാൽ ഒരുപക്ഷേ തൃണമൂൽ PV അൻവറിനെ കൈവിടുന്ന സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ നിൽക്കുന്ന അണികളിൽ പലരും പണ്ട് കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ഭാഗമായി നിന്ന ആളുകളാണ്. കേരള കോൺഗ്രസിൻ്റെ ആളുകളടക്കമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിൽ പലരും വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും. അത് PV അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ വലിയ തിരിച്ചടിയുമാകും. അതുകൊണ്ട് തന്നെ അത്തരമൊരു പിന്നോട്ട് പോകുക ഈ ഘട്ടത്തിൽ ഇല്ലെന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ PV അൻവർ ആയതുകൊണ്ട് തന്നെ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ ഘട്ടത്തിൽ PV അൻവർ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഇനി പത്രികാ സമർപ്പണം, പത്രികയുടെ ഇതെല്ലാം തന്നെ പിൻവലിക്കലെല്ലാം തന്നെ പൂർത്തിയായി തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. NDA സംബന്ധിച്ച് ഇന്ന് നിർണായക ദിവസമാണ്. കാരണം കേന്ദ്ര സർക്കാരിനും ഒപ്പം തന്നെ സംസ്ഥാന BJP-ക്കുമെതിരായ ആരോപണങ്ങൾക്കും കേന്ദ്ര സർക്കാർ പദ്ധതികൾക്കെതിരായ ആരോപണങ്ങൾക്കും എല്ലാം തന്നെ മറുപടി പറയാനായി ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് എത്തുന്നുണ്ട്. സുരേഷ് ഗോപി നമുക്കറിയാം തൃശ്ശൂരിൽ അടക്കം തന്നെ വലിയ ചലനം സൃഷ്ടിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ആദ്യമായി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ BJP-യെ സംബന്ധിച്ച് ആ തന്ത്രങ്ങൾ തന്നെ നിലമ്പൂരിൽ പയറ്റാനുള്ള നീക്കം നടത്തുന്നു. ഏതായാലും മലയോര മേഖലയിലെ വോട്ട് പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കാനാണ് BJP ശ്രമിക്കുന്നത്. അങ്ങനെ ശ്രമിക്കുമ്പോൾ അത് ആർക്ക് തിരിച്ചടിയാകും എന്നുള്ളതാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുക. ശ്രീജ. ശരി പ്രശാന്ത്, എന്തായാലും നിലമ്പൂർ വലിയ ആവേശത്തിൽ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു KK പ്രശാന്ത്. മറ്റൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. IPL വിജയാഘോഷത്തിനിടെ ബാംഗ്ലൂരിൽ ഉണ്ടായ ദുരന്തത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ച് കർണാടക സർക്കാർ. സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുന്നില്ല എന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. പരിക്കേറ്റ 47 പേരും അപകടനില തരണം ചെയ്തു. IPL ഭരണസമിതിയോട് BCCI റിപ്പോർട്ട് തേടി. RCBയുടെ വിജയാഘോഷത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 11 പേരാണ് മരിച്ചത്. പന്ത്രണ്ട് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി അമേരിക്ക. അഫ്ഗാൻ, മ്യാൻമർ, ഇറാൻ, ലിബിയ, യമൻ, ഹെയ്റ്റി, സൊമാലിയ, സുഡാൻ, എറിത്രിയ, ഗിനിയ, കോങ്കോ, ചാഡ് എന്നീ രാജ്യങ്ങൾക്കാണ് സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. തിങ്കളാഴ്ച മുതൽ വിലക്ക് പ്രാബല്യത്തിൽ വരും. ക്യൂബ അടക്കം 7 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ഭാഗിക വിലക്കും ഏർപ്പെടുത്തി. അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് അനിവാര്യമാണ് ഈ നടപടിയെന്നാണ് ട്രംപിന്റെ വിശദീകരണം. 2017-ൽ ട്രംപ് പ്രസിഡന്റായിരുന്ന സമയത്തും രാജ്യങ്ങൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഹജ്ജ് തീർത്ഥാടനം തുടരുന്നു. ഹജ്ജിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന് നടക്കും. 160 രാജ്യങ്ങളിൽ നിന്നായി 18 ലക്ഷത്തോളം തീർത്ഥാടകർ അറഫ മൈതാനിയിൽ സംഗമിക്കും. മിനായിലെത്തിയ തീർത്ഥാടകർ സുബഹി നമസ്കാരത്തിന് ശേഷം അറഫ സംഗമത്തിനായി നീങ്ങും. നമിറ പള്ളിയിലെ പ്രഭാഷണം മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിൽ തത്സമയ വിവർത്തനം ചെയ്യും. മലയാളികളിലടക്കം ഇന്ത്യയിൽ നിന്ന് 1,22,422 തീർത്ഥാടകരാണ് ഹജ്ജിനെത്തിയത്. തകർന്ന റോഡിലൂടെ ഇനിയും എത്ര നാൾ സഞ്ചരിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിലെ കൈപ്പിള്ളി എറവ് പ്രദേശവാസികൾ. എറവ് കൈപ്പിള്ളി റോഡ് നിർമ്മാണം ആരംഭിച്ച് 2 വർഷം പിന്നിട്ടിട്ടും പാതി വഴിയിൽ നിലച്ചതായാണ് പരാതി. റോഡ് നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരൻ വാട്ടർ അതോറിറ്റിക്ക് നൽകേണ്ടതായ തുക നൽകിയില്ല എന്ന് പറഞ്ഞ് റോഡ് പണി നിർത്തിവെച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. 4 കിലോമീറ്റർ വരുന്ന എറവ് കൈപ്പിള്ളി റോഡ് സംസ്ഥാനപാത അരിമ്പൂരിൽ നിന്ന് ആറാങ്കല്ലിൽ എത്തിച്ചേരുന്നതാണ്. അരിമ്പൂർ പഞ്ചായത്തിന്റെ അധീനതയിലുണ്ടായിരുന്ന ഈ റോഡ് ടാർ ചെയ്ത അടിസ്ഥാന സൗകര്യങ്ങൾ കൂട്ടി നിർമ്മിക്കുന്നതിന് പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജനയിലേക്ക് പ്രപ്പോസൽ വെച്ചതാണ്. 2023-ൽ TN പ്രതാപൻ MP ആയിരുന്ന കാലഘട്ടത്തിലാണ് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയത്. റോഡിന്റെ വീതി 8 മീറ്ററായും 6 മീറ്റർ വീതിയിൽ ടാറിംഗ് നടത്താൻ 3,26 ലക്ഷം രൂപയായിരുന്നു എസ്റ്റിമേറ്റ് തുക. അതിനിടെയാണ് ഈ വഴിയിലൂടെ ജൽജീവൻ മിഷന് വേണ്ടി പൈപ്പിടാൻ വാട്ടർ അതോറിറ്റി എത്തുന്നത്. പൈപ്പിടാൻ കുത്തിപ്പൊളിക്കുന്ന റോഡ് റീസ്റ്റോർ ചെയ്യാനായി PMGSYയിൽ വാട്ടർ അതോറിറ്റി 42 ലക്ഷം രൂപ കെട്ടിവെക്കേണ്ടതുണ്ട്. എന്നാൽ പണമില്ലാത്തതിനാൽ കാശടയ്ക്കാനും കഴിഞ്ഞിട്ടില്ല. വാട്ടർ അതോറിറ്റി പണമടച്ചില്ലെന്ന് പറഞ്ഞാണ് കരാറുകാരൻ റോഡ് നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ചതെന്നാണ് ആരോപണം. റോഡ് നിർമ്മാണം നിലച്ചതിന്റെ പേരിൽ രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള പോരും രൂക്ഷമാണ്. റോഡ് നിർമ്മാണത്തിൽ വീഴ്ച വരാൻ കാരണം പഞ്ചായത്താണെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. കൈപ്പിള്ളി തൊട്ട് ആറാങ്കല്ല് വരെയുള്ള റോഡ് പ്രധാനമന്ത്രിയുടെ ഗ്രാമീൺ സഡക് യോജന പ്രകാരം നമുക്ക് ഈ റോഡിന് 3,18 ലക്ഷം രൂപ നമുക്ക് ഇതിന് ചിലവായി ഫണ്ട് പാസ്സായിട്ടുള്ളതാണ്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ആകെ റോഡ് ഏതാ എന്നൊന്നും നമുക്കറിയാത്തൊരു സാഹചര്യമാണ്. ഈ ശോചനീയാവസ്ഥ പരിഹരിക്കാനായിട്ട് നമ്മുടെ ഈ അരിമ്പൂര് പഞ്ചായത്തിൻ്റെ ഭരണകൂടം യാതൊരു വിധത്തിലുള്ള നടപടികളും നാളെ ഇന്നേ വരേക്ക് എടുത്തിട്ടില്ല. ഈ റോഡ് പണി
അട്ടിമറിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് നിലവിലിപ്പോൾ ഇതുവരെയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റേ ജൽജീവൻ മിഷൻ്റെ പൈപ്പിടൽ കൂടി വന്നതോട് കൂടിയിട്ടാണ് റോഡ് ഇത്രയ്ക്കും പൊട്ടിപ്പൊളിയാനുള്ള കാരണം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പഞ്ചായത്ത് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ടെന്നും PMGSYക്ക് റോഡിന്റെ അവകാശം വിട്ടു നൽകിയതിനാൽ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവർക്കാണെന്നും പഞ്ചായത്ത് അധികൃതരും പറയുന്നു. ഇത് ചെയ്യേണ്ടത് പൂർണ്ണമായിട്ടും ഇത് ചെയ്യേണ്ടത് PMGSY ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആ നിർമ്മാണം നടത്തുന്നവരാണ്. അവരാണ് കരാറുകാർക്ക് പണം കൊടുക്കേണ്ടത്. അരിമ്പൂർ പഞ്ചായത്തിന് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ജനങ്ങളുടെ ദുരിതം മാറ്റാനുള്ള ഇടപെടലാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടെ വലയുന്നത് പ്രദേശവാസികളായ സാധാരണക്കാരാണ്. റോഡ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ. കോഴിക്കോട് താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികളായ വിദ്യാർത്ഥികൾ +1 അഡ്മിഷൻ നടപടിക്രമങ്ങൾക്കായി ഇന്ന് താമരശ്ശേരി സ്കൂളിലെത്തും. വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് സൗകര്യമൊരുക്കണമെന്ന് കോഴിക്കോട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ ഒബ്സർവേഷൻ ഹോം സൂപ്രണ്ടിന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. രാവിലെ 10 മണി മുതൽ 5 മണി വരെ അഡ്മിഷൻ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ഈ വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കണം എന്നാണ് നിർദ്ദേശം. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സുരക്ഷ നൽകാൻ താമരശ്ശേരി പോലീസിന് നിർദ്ദേശം നൽകി. അതേസമയം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകരുത് എന്ന് യൂത്ത് കോൺഗ്രസ് പ്രിൻസിപ്പലിനെ കണ്ട് ആവശ്യപ്പെട്ടു. സ്വഭാവ സർട്ടിഫിക്കറ്റിൽ മോശം പരാമർശമുള്ള പ്രതികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് സ്കൂളിന്റെ സൽപ്പേരിന് കളങ്കമാണെന്നും പ്രസ്തുത പ്രതികളാൽ ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പ്രിൻസിപ്പൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട സാഹചര്യമുണ്ടാകുമെന്നും യൂത്ത് കോൺഗ്രസ് പറഞ്ഞു. കാട്ടാന ഭീഷണിയിൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ഇടുക്കിയിലെ പീരുമേട്, പെരുവന്താനം പഞ്ചായത്തുകളുടെ അതിർത്തി മേഖലയിലുള്ളവർ. ദേശീയപാതയിൽ പകൽ സമയത്ത് പോലും കാട്ടാന ഇറങ്ങുന്നത് പതിവാണ്. ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടായതും ജനങ്ങളെ ആശങ്കയിലാക്കുന്നു. കൊല്ലം ദിണ്ടുകൾ ദേശീയപാത കടന്നുപോകുന്ന പീരുമേട് പെരുവന്താനം മേഖലയിലാണ് വന്യജീവി ശല്യം രൂക്ഷമാകുന്നത്. മുറിഞ്ഞപുഴ, കണയങ്കവയൽ എന്നിവിടങ്ങളിൽ കാട്ടാനകൾ പതിവായി എത്തുന്നു. പാഞ്ചാലിമേട് വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള പാതയോരത്തും കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട്. കൃഷിയിടങ്ങളിലേക്ക് കടക്കുന്ന വന്യമൃഗങ്ങൾ കൃഷികൾക്കൊപ്പം കയ്യാലകളും ജലസേചനത്തിന് ഉപയോഗിക്കുന്ന കുളങ്ങളും വരെ ഇടിച്ചു നിരത്തിയാണ് മടങ്ങുക. ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാനകൾക്കൊപ്പം പുലിയുടെ സാന്നിധ്യവും ഉണ്ടാകുന്നത് ജനങ്ങളെ കൂടുതൽ ആശങ്കയിലാക്കുന്നു. ഇവിടുന്ന് 100 മീറ്റർ അടുത്ത് വരെ കാട്ടാന മുകൾ ഭാഗത്ത് വന്നു. നാഷണൽ ഹൈവേയിൽ കാട്ടാന കയറി. ഇവിടുന്ന് 100 മീറ്റർ അപ്പുറേ കണയങ്കവയൽ മതമ്പാ റോഡിൽ കാട്ടാനയുടെ ശല്യം ഉണ്ടായി. പുലി നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 100 മീറ്റർ അകലെ NH നിന്നൊരു 30 മീറ്റർ മാറി വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്ന പട്ടിയെ പുലി പിടിച്ചു. ഇവിടുന്ന് 300 മീറ്റർ മാറി മറ്റൊരു വീട്ടിൽ നിന്ന് പട്ടിയെ പുലി പിടിച്ചു. ഇതൊന്നും അന്വേഷിക്കാനോ ചോദിക്കാനോ കഴിയാത്ത തരത്തിലേക്ക് വനം വകുപ്പ് മാറിയിരിക്കുന്നു. വന്യമൃഗശല്യം രൂക്ഷമായതോടെ വിനോദസഞ്ചാരികളും ഈ മേഖലയിലേക്ക് വരാൻ മടിക്കുന്നു. ഓരോ തവണയും കാട്ടാനകൾ എത്തുമ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് മടങ്ങുന്നതല്ലാതെ മറ്റു നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടിയ മലയോര ജനതയ്ക്ക് ആശ്വാസം. കോന്നിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ വനത്തിലേക്ക് തുരത്താനുള്ള നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെയും കോന്നി MLA KU ജനീഷ് കുമാറിന്റെയും നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ യോഗം നടന്നിരുന്നു. തുടർന്നാണ് നടപടികൾ വേഗത്തിലാക്കിയത്. ജനവാസ മേഖലയിലെത്തി കാട്ടാനക്കൂട്ടം നാശം വിതയ്ക്കുന്നത് പതിവായതോടെ ജനരോക്ഷം ശക്തമായിരുന്നു. തുടർന്നാണ് ആനകളെ കാട്ടിലേക്ക് തുരത്താൻ തീരുമാനിച്ചത്. ഇതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആക്ഷൻ പ്ലാനും തയ്യാറാക്കി. ആദ്യഘട്ടത്തിൽ വന്യമൃഗശല്യം രൂക്ഷമായ കുളത്തുമണ്ണിലാണ് നടപടി. ഓരോ പ്രദേശത്തെ പ്രത്യേക കേസുകളായി എടുത്തുകൊണ്ട് അവയെല്ലാം ഉൾവനത്തിലേക്ക് തുരത്തുന്നതിനാവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏറ്റവും നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന കുളത്തുമണ്ണിലുള്ള 3 ആനകളാണ്. 4 ആനയായിരുന്നു, അതിൽ ഒരെണ്ണം ഡെത്തായി, ബാക്കി 3 ആനകളാണ്. ആ 3 ആനകളെ ഉൾവനത്തിലേക്ക് കയറ്റിവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ എല്ലാ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ പോലീസും ഫയർഫോഴ്സും എല്ലാം ചേർന്നുകൊണ്ട് ഫോറസ്റ്റും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്ത ഓപ്പറേഷൻ ആരംഭിച്ചു. ആനകളെ ഉൾക്കാട്ടിലെത്തിച്ചതിനു ശേഷം പ്രദേശത്ത് സോളാർ ഫെൻസിംഗ് ശക്തമാക്കും. കോന്നി കല്ലേലിയിൽ ഇറങ്ങിയ ഒറ്റയാനയും കാട്ടിലേക്ക് തുരത്തും. പ്രധാനപ്പെട്ട ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഒറ്റയാനാണ്. അത് കോന്നി കല്ലേലി റോഡിലാണ്. അത് യാത്രക്കാരെ അടക്കം ഉപദ്രവിക്കുന്ന സ്ഥിതി ഉണ്ടായി. അതിനെ അവിടുന്ന് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുകയല്ലാതെ മറ്റ് മാർഗമില്ല. അപ്പോൾ അതിനാവശ്യമായ നടപടിക്രമങ്ങൾ വനംവകുപ്പിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടറെ
ചുമതലപ്പെടുത്തി. വന്യമൃഗ സംഘർഷം ലഘൂകരിക്കുന്നതിന് ആവശ്യമായ മറ്റ് നടപടികളും ഊർജിതമാക്കിയിട്ടുണ്ട്. കാട്ടാനകളെ കാടുകയറ്റാനുള്ള MLA ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ ഫലവത്താകുമെന്ന പ്രതീക്ഷയിലാണ് മലയോര ജനത. അമൃത ന്യൂസ്, പത്തനംതിട്ട. പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്ന ഓർമ്മപ്പെടുത്തലുമായി ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി സംരക്ഷണത്തിന് മഹത്തായ മാതൃകയാണ് തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിലുള്ളത്. ബോട്ടണി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ക്യാമ്പസിൽ ഒരുക്കിയിരിക്കുന്ന ബയോഡൈവേഴ്സിറ്റി പാർക്ക് നഗരമധ്യത്തിലെ കാനനമാണ്. നഗരമധ്യത്തിൽ ശുദ്ധവായുവിന്റെ കലവറയാണ് കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ബയോഡൈവേഴ്സിറ്റി പാർക്ക്. ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന പാർക്ക് പരിസ്ഥിതിക്ക് യോജിച്ച രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കോവിഡ് സമയത്താണ് കുട്ടികളെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു അന്യം നിന്ന് പോകുന്ന സസ്യജാലങ്ങളെ നമ്മുടെ ക്യാമ്പസിലുള്ള കൺസർവേറ്ററിയിൽ കൊണ്ടുവന്ന് നട്ടിട്ട് അത് വെച്ചിട്ടൊരു ബയോഡൈവേഴ്സിറ്റി പാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. റെയറായിട്ടുള്ള ഒത്തിരിയധികം പ്ലാന്റുകൾ, കാവിലപ്പ പോലെയുള്ള പ്ലാന്റുകൾ ഇവിടെ കൊണ്ടുവന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. യങ്സ് ഓഫ് ദി സിറ്റി എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം വളരെ വലിയൊരു ഏരിയയിലാണ് ഇത്തരത്തിലുള്ള ഒരു കൺസർവേറ്ററി ഫോറസ്റ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. മികച്ച പരിസ്ഥിതി പ്രവർത്തകനുള്ള പുരസ്കാരം നേടിയ ലോകപ്രശസ്ത സസ്യശാസ്ത്രജ്ഞൻ അക്കീര മിയാവാക്കി വികസിപ്പിച്ചെടുത്ത വനവൽക്കരണ രീതി മിയാവാക്കി ഫോറസ്റ്റും പാർക്കിനുള്ളിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സസ്യസമ്പത്തിന്റെ സംരക്ഷണ കേന്ദ്രം കൂടിയായ ഇവിടെ കടൽ കടന്നെത്തിയ സസ്യങ്ങളും മരങ്ങളും യഥേഷ്ടം വളരുകയാണ്. കൂടാതെ ഫലവൃക്ഷങ്ങൾക്ക് പ്രത്യേക വിഭാഗം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അത് ആൻഡമാനിൽ സുനാമി പീരീഡിൽ പല സസ്യജാലങ്ങളും നശിച്ചു പോയി. ഒരുപാട് ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ടായിട്ടുണ്ട്. വി ആർ വെരി ലക്കി ദട്ട് അതിനു മുമ്പ് തന്നെ അത്തരം പല പ്ലാന്റുകളും നമ്മുടെ കൺസർവേറ്ററിയിൽ കൊണ്ടുവന്ന് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അത് നല്ല രീതിയിൽ ഫ്ലറിഷ് ആയിട്ടുണ്ട്. വള്ളികൾ പടർന്ന കാവും കുളവും വ്യൂ പോയിന്റും ഒക്കെയായി പരിസ്ഥിതി സൗഹൃദത്തിന്റെയും സംരക്ഷണത്തിന്റെയും മാതൃക കൂടിയാണ് കാര്യവട്ടം ക്യാമ്പസ്. കാര്യവട്ടം ക്യാമ്പസിലെ 20 ഏക്കറോളം വരുന്ന ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന്റെ ബയോഡൈവേഴ്സിറ്റി പാർക്ക് നഗരവൽക്കരണത്തിന്റെ ഇക്കാലത്ത് വനവൽക്കരണത്തിന്റെ മറ്റൊരു മാതൃക കൂടിയാണ് ഇത്. ക്യാമറാമാൻ രാജേഷ് താവലോടിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് നഗരത്തിൽ കൂടുതൽ മിയാവാക്കി വനങ്ങൾ ഒരുങ്ങുന്നു. കോഴിക്കോട് ദർശനം സാംസ്കാരിക വേദിയാണ് സ്വന്തമായുള്ള 2 ഇടങ്ങൾക്ക് പുറമെ നഗരത്തിൽ കോർപ്പറേഷൻ അനുവദിച്ച 1 സെന്റ് സ്ഥലത്ത് മിയാവാക്കി ചെയ്യാൻ ഒരുങ്ങുന്നത്. 2022 ഇവർ ആദ്യമായി മിയാവാക്കി വനമൊരുക്കിയത്. വികസനത്തിനായി മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ പകരം മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ സ്ഥലപരിമിതി പ്രതിസന്ധിയാകാറുണ്ട്. അത്തരം സാഹചര്യത്തിലാണ് കുറഞ്ഞ സ്ഥലത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് മനോഹരമായ പച്ചപ്പിന്റെ ചെറുതുരുത്തുകൾ ദർശനം സാംസ്കാരിക വേദി മിയാവാക്കിയിലൂടെ ഒരുക്കിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലെക്ചർ തിയേറ്റർ കോംപ്ലക്സിലെ 1/4 സെന്റ് സ്ഥലത്തും കാളാണ്ടിത്താഴം ക്ഷേത്രഭൂമിയിൽ 1 സെന്റ് സ്ഥലത്തുമായാണ് വനമൊരുക്കിയത്. ചാമ്പ, നെല്ലി, ഉറുമാമ്പഴം, കണിക്കൊന്ന, മുള്ളാത്ത, ഉങ്ങ്, കുമിഴ്, ഇലഞ്ഞി, നീരുമറുത്, പൂവരശ്, മന്ദാരം തുടങ്ങി ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെ ഈ വനത്തിലുണ്ട്. കുറഞ്ഞ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ കൂടുതൽ വൃക്ഷങ്ങൾ വെക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യ ജപ്പാനിൽ വികസിച്ച് വന്നിട്ടുണ്ട്. അതിന് കേരളത്തിലും ചില തുടക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മെത്തേഡ്, ആ രീതി നമ്മൾക്കിവിടെ അവലംബിച്ചുകൊണ്ടിരുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ. അപ്പോൾ മെഡിക്കൽ കോളേജ് തന്നെ നിരവധി മരങ്ങൾ മുറിക്കേണ്ടി വന്നൊരു ക്യാമ്പസ് എന്നുള്ള നിലയിൽ ആദ്യത്തെ പ്രവൃത്തി ഇവിടെ തന്നെ ആരംഭിക്കാമെന്ന് തീരുമാനിച്ചു. തിരഞ്ഞെടുത്ത ചെടികൾ 1 മീറ്റർ ആഴത്തിൽ കുഴിയെടുത്ത് ചാണകപ്പൊടി, ചകിരിപ്പിത്ത്, ഉമി എന്നിവ തുല്യ അളവിൽ കൂട്ടിച്ചേർത്ത് നടീൽ മിശ്രിതം ഒരുക്കി അതിലാണ് നടുന്നത്. 1 സെന്റ് സ്ഥലത്ത് 70 മരങ്ങൾ വരെ വെക്കാം. 2 മിയാവാക്കി വനങ്ങൾ വിജയകരമായി ചെയ്ത ദർശനം സാംസ്കാരിക വേദിക്ക് നഗരത്തിൽ മാനാഞ്ചിറയിൽ 1 സെന്റ് സ്ഥലം കോർപ്പറേഷൻ മിയാവാക്കിക്കായി നൽകിയിട്ടുണ്ട്. അതിലും മനോഹരമായ മിയാവാക്കി വനം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണിവർ. അമൃത ന്യൂസ്, കോഴിക്കോട്.
പരിസ്ഥിതി സംരക്ഷണത്തിനായി ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ് പ്രൊഫസർ CP റോയ്. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി വനം വച്ചുപിടിപ്പിക്കൽ ഉദ്യമത്തിൽ സജീവമാണ് ഇദ്ദേഹം. കോട്ടയം നഗരത്തിൽ തന്നെ 10,000-ഓളം മരങ്ങളാണ് പ്രൊഫസർ CP റോയുടെ നേതൃത്വത്തിൽ വച്ചുപിടിപ്പിച്ചത്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഗ്രീൻ ലീഫ് എന്ന സംഘടനയും ഇദ്ദേഹത്തിന് പിന്തുണയുമായി ഒപ്പമുണ്ട്. ദിവസം ഒരു മരമെങ്കിലും നടുക പറയാൻ എളുപ്പമാണെങ്കിലും പ്രാവർത്തികമാക്കാൻ കുറച്ച് പ്രയാസമാണ്. എന്നാൽ പ്രൊഫസർ CP റോയ് എന്ന പരിസ്ഥിതി പ്രവർത്തകന്റെ മരം നടിയിൽ തന്റെ ദിനചര്യയുടെ ഭാഗമാക്കിയിരിക്കുകയാണ്. കോട്ടയം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമായി ആയിരക്കണക്കിന് ഫലവൃക്ഷങ്ങളാണ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. മാവ്, പ്ലാവ്, ഞാവൽ തുടങ്ങിയവയൊക്കെ ഇതിലുണ്ട്. പലതും ഫലങ്ങൾ നൽകി തുടങ്ങി. 90-ൽ ഞങ്ങൾ ഗ്രീൻ ലീഫ് എന്ന് പറഞ്ഞൊരു ചെറിയ സംഘടന ഉണ്ടാക്കി. 35 വർഷമായി ഗ്രീൻ ലീഫ് പ്രവർത്തനം ആരംഭിച്ചിട്ട്. നന്നായി തന്നെ ഗ്രീൻ ലീഫിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്. കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഞങ്ങളുടെ പ്രവർത്തനം നന്നായിട്ട് നടക്കുന്നത്. കൂടുതലും ഫലവൃക്ഷങ്ങളാണ് നടുന്നത്. മാവ്, പ്ലാവ്, പിന്നെ മൾബറി, ഞാവല്. പരിസ്ഥിതി ദിനത്തിൽ ഒരു മരം നട്ട് പിന്നെ ആ വഴി പോകാത്തവർ ധാരാളമുണ്ട്. എന്നാൽ താൻ നട്ട വൃക്ഷങ്ങളെ ദിവസവും പരിപാലിക്കുക കൂടി ചെയ്യുന്നതാണ് പ്രൊഫസർ റോയിയുടെ ശൈലി. ഗ്രീൻ ലീഫ് എന്ന പ്രകൃതി സംരക്ഷണ സംഘടനയിലെ 100 കണക്കിന് അംഗങ്ങളും മരനടിയിൽ പ്രക്രിയയിലും അവയുടെ സംരക്ഷണത്തിലും റോയിക്കൊപ്പമുണ്ട്. കാടില്ലെങ്കിൽ നമ്മളില്ല എന്നതാണ് പ്രൊഫസർ CP റോയ് സമൂഹത്തിന് നൽകുന്ന സന്ദേശം. അമൃത ന്യൂസ്, കോട്ടയം. വിപണി വിലയിരുത്തലുമായി ജിയോജെറ്റ് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായി ശ്രീ K. ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിപണിയിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വിപണിയിൽ വലിയ തോതിലുള്ള കയറ്റങ്ങൾ പതിവായിരുന്നു. മാത്രമല്ല, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പനയും വിപണിയെ ഒരു തരത്തിൽ വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തെ പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണി നറ്റ നിക്ഷേപത്തിലായിരുന്നു. ഇത് കാണിക്കുന്ന വരും ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ അനുകൂലമായ നിലപാടുകൾ വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ നിർണായകമാകുമെന്നാണ്. കഴിഞ്ഞ 2-3 ദിവസമായി വിപണിയിലുണ്ടായ സമ്മർദ്ദത്തിന് ശേഷം ഇന്നലെ തുടർച്ചയായി വ്യാപാരത്തിലുടനീളം വിപണിയിൽ നേട്ടം ആവർത്തിക്കുകയും ഒട്ടുമിക്ക മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടാവുകയും രണ്ടാം തര ചെറുകിട ഓഹരികളിലും ഒപ്പം തന്നെ മുൻനിര ഓഹരി സൂചികകളിലും ഇന്നലെ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇന്നലെ നടന്ന റിസർവ് ബാങ്ക് പണനയ അവലോകന യോഗത്തിന്റെ തീരുമാനം ഇന്ന് അറിയാനിരിക്കെ ബാങ്കിംഗ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടൊരു നീക്കമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ബാങ്കിംഗ് ഓഹരികളിൽ ഒരു നല്ല രീതിയിലുള്ള നിക്ഷേപ താല്പര്യം ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. നിരക്ക് കുറയ്ക്കൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിയെ സ്വാധീനിച്ചേക്കും. 0.5% നിരക്ക് കുറയ്ക്കലാണെങ്കിൽ അത് വിപണി ഏകദേശം ഉൾക്കൊണ്ടു കഴിഞ്ഞതാണ്. എന്ന് വെച്ചാൽ വിപണി പ്രതീക്ഷിച്ചിരുന്നതാണ്. അതിനപ്പുറം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് വലിയൊരു നേട്ടമായി ബാങ്കിംഗ് മേഖലകളെ സ്വാധീനിക്കുകയും ഒപ്പം തന്നെ അത് വിപണിയുടെ മൊത്തത്തിലുള്ള ഉയർച്ചയ്ക്ക് സഹായമാവുകയും ചെയ്യും. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ തോതിൽ നിക്ഷേപ താല്പര്യം വിപണിയിൽ ഉണ്ടാവുക, ഒപ്പം തന്നെ വലിയൊരു ഏറ്റക്കുറച്ചിൽ പ്രതീക്ഷിക്കുകയും വേണം. നിലവിലെ സാഹചര്യത്തിൽ സാങ്കേതികമായി 24,000 എന്നുള്ള നിലവാരം തന്നെയാണ് മുൻപിൽ സൂചികയായ നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരത്തിന് മുകളിൽ നിലനിർത്തി വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുള്ളൂ. ഒപ്പം തന്നെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും നിർണായകമായിരിക്കും. അപ്പോൾ സാഹചര്യങ്ങൾ തികച്ചും തൃപ്തികരം തന്നെയാണ്. ഇവിടെയും മറ്റ് ഘടകങ്ങളെല്ലാം അനുകൂലമായിരിക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും വളർച്ചാ നിരക്ക് മെച്ചപ്പെട്ടിരിക്കുന്നതും പണപ്പെരുപ്പ് നിരക്ക് കുറഞ്ഞിരിക്കുന്നതുമെല്ലാം വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിന് പ്രേരകമായി പ്രവർത്തിക്കുകയും ചെയ്യും. എന്തായാലും ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. നന്ദി ശ്രീ ദിലീപ്. കണ്ണൂർ തലശ്ശേരി അമൃത വിദ്യാലയത്തിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ബ്രഹ്മചാരിണി സമാരാധ്യാമൃത ചൈതന്യ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മാഹി മുനിസിപ്പൽ കമ്മീഷണറും സിവിൽ സർവന്റും മോട്ടിവേഷൻ സ്പീക്കറുമായ സത്യേന്ദർ സിംഗ് മുഖ്യാതിഥിയായി. മാതാമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരി വിശിഷ്ടാതിഥിയായി എത്തി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇക്കഴിഞ്ഞ CBSE 10-12 ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആദരിച്ചു. ഓൾ ഇന്ത്യ അമൃത വിദ്യാലയങ്ങളിൽ നിന്നും 12ാം ക്ലാസ് സയൻസ് വിഭാഗത്തിൽ 1ാം റാങ്കും വിദ്യാലയത്തിൽ 1ാം സ്ഥാനവും കരസ്ഥമാക്കിയ മുക്തയെ സ്വർണ്ണ പതക്കം നൽകി ആദരിച്ചു. മികച്ച വിജയം കൈവരിച്ച കുട്ടികളെ സ്വാമിജി അമൃതകൃപാനന്ദപുരി അഭിനന്ദിച്ചു. പരീക്ഷയിൽ ഉന്നതമായ വിജയം കൈവരിച്ച ആ ഒരു സന്ദർഭമാണ് കുട്ടികളെ ആദരിക്കുകയുണ്ടായി. പൊതുവെ തന്നെ അമൃത വിദ്യാലയങ്ങളിലെ കുട്ടികളെല്ലാം തന്നെ വളരെ നല്ല
പ്രകടനം 10ാം ക്ലാസ് 12ാം ക്ലാസ് പരീക്ഷയിൽ ഈ വർഷം കാഴ്ചവെച്ചു. യുവേഫ നേഷൻസ് ലീഗിൽ ജർമ്മനിയെ തകർത്ത് പോർച്ചുഗൽ ഫൈനലിൽ 1-2 ഗോളുകൾക്കാണ് പോർച്ചുഗലിന്റെ ജയം. 48ാം മിനിറ്റിൽ ജർമ്മനി ആദ്യ ഗോൾ നേടിയെങ്കിലും 10 മിനിറ്റിനിടെ പോർച്ചുഗൽ 2 ഗോളുകൾ തിരിച്ചടിച്ചു. കോൺസിക്കാവോയും ക്രിസ്ത്യാനോ റൊണാൾഡോയുമാണ് പോർച്ചുഗലിന് വേണ്ടി ഗോളുകൾ നേടിയത്. ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം ഇവിടെ പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.